ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയിലേക്ക് കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നതിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ പ്രമുഖൻ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗം ശ്രീ കെ.സി. വേണുഗോപാലാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. നമസ്കാരം കെ.സി. നമസ്കാരം. ആദ്യം അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കെ.സി. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആവുന്നത്. അതിനുശേഷം കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിലും വിജയവും പരാജയവും ഒക്കെ ഉണ്ടായി. അപ്പോൾ പ്രതിഷേധത്തിന്റെ കല്ലേറുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ കിട്ടുന്നുണ്ടോ? സക്സസിന്റെ അവകാശികൾ ഒരുപാട് പേരുണ്ടാവും. ഫെയിലിയറിന് അങ്ങനെയല്ലല്ലോ, അത് സ്വാഭാവികമാണ്. നമ്മൾ കല്ലേറും പൂച്ചെണ്ടും കണ്ടിട്ടല്ലല്ലോ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുക, അതിൻ്റെ ഗുണഫലത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി പോരാടുക. ഒരു ദിവസം അത് ഗുണഫലങ്ങൾ കിട്ടുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് ഫലങ്ങൾ നോക്കിയിട്ടുള്ള പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്നതാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. എല്ലാം സ്തുതിപാഠകരുടെ ഇടയിലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ ചിലരങ്ങനെയല്ല, അവസരം കിട്ടാനായി കാത്തിരിക്കുകയും എവിടെ കിട്ടിയാലും തീർക്കുക എന്ന് വിചാരിച്ച് വിമർശിക്കുന്നവരുമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം മറുപടി കാലം നൽകും എന്നുള്ളത് വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിപ്പം അതിനകത്ത് പുകഴ്ത്തലുകളുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല ഞാൻ, പഴികെട്ട് പിന്തിരിഞ്ഞോടുന്നവനുമല്ല ഞാൻ. ഇപ്പോൾ കെ.സി. 52 നിന്ന് 99 എത്തി. ഇപ്പം 101. അതായത് സ്വതന്ത്രന്മാരും കൂടെ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി 101 അവിടെ നിന്നാൽ മതിയോ? പോരായിരുന്നു. പക്ഷേ ഈ 101 എത്താനെടുത്ത ഒരു ഓട്ടത്തിന് ഒരു വലിയ കഥയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പല്ലായിരുന്നു യഥാർത്ഥത്തിൽ. ഇന്ത്യയിൽ കഴിഞ്ഞ 2024 നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. കഴിഞ്ഞ 2-3 വർഷമായി നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഓപ്പോസിഷന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാത്തൊരു ഇലക്ഷന് മുമ്പ് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഉപയോഗിച്ച് പരമാവധി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം. മുഖ്യധാരാ മാധ്യമങ്ങൾ, ഞാൻ വെർണാക്കുലറല്ല പറയുന്നത്, കോർപ്പറേറ്റ് മീഡിയാസ് എന്ന് പറയുന്ന മീഡിയ ഹൗസിൻ്റെ കംപ്ലീറ്റ് വൺ സൈഡഡ് സ്റ്റോറി, ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ മുഴുവൻ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന വൺ സൈഡഡ് സ്റ്റോറി. അങ്ങനെ അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ, വിശ്വാസ്യത ഉണ്ടാകേണ്ട ഏജൻസികളുടെ നിഷ്പക്ഷമല്ലാത്ത പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എല്ലാം അന്തരീക്ഷത്തിലാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പണം പോലും എടുത്തുകൊണ്ട് പോകുന്ന, അക്കൗണ്ട് പോലും എടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളുണ്ടായത്. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്തു, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, 20ഓളം കേസുകളിൽ അദ്ദേഹത്തെ പ്രതിയാക്കി രാജ്യം മുഴുവൻ ഓടിച്ചു, EDയുടെ പിന്നാലെ പോയി, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സമാനതകളില്ലാത്ത ഒരവസ്ഥ. യുദ്ധരംഗത്ത് ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പടയാളിയുടെ അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അവിടെയാണ് ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കി, ആ നെറേറ്റീവിൽ സ്ട്രോങ് ആയി നിലകൊണ്ട് ശക്തമായി പോരാടി ഈ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ 101 എത്തിച്ചിരിക്കുന്നു. സാങ്കേതികമായി ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല, പക്ഷേ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാങ്കേതികമായി ഞങ്ങൾ അധികാരത്തിൽ വന്നില്ല എന്ന് കെ.സി. പറഞ്ഞു. പക്ഷേ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, ഈ ഭരണം BJP ഭരണം മാറണമെന്ന് ആഗ്രഹിച്ചവർ, അവരെല്ലാം വലിയ രീതിയിൽ ആഗ്രഹിച്ച ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാകും. എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ സാഹചര്യത്തിലാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസോ ഇന്ത്യ മുന്നണി അതിന് ശ്രമിക്കുന്നത്? അതായത് അതിനകത്ത് സിമ്പിളാണ് പൊളിറ്റിക്സ്. ജനാധിപത്യത്തിൻ്റെ വശം പോകുന്നത്, ഇന്ത്യ മുന്നണിക്ക് നമ്പറില്ല, 270 നമ്പറിലെത്താൻ ഇന്ത്യ മുന്നണിയുടെ ഫലമായിട്ടുള്ള നമ്പറില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ കക്ഷികളെയും, ഇന്ത്യയിലുള്ള കക്ഷികളും കൂടെ ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് ചെയ്താണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നത്. അതിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇനി ഒരുപാട് സമയമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് രംഗത്ത് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രസിഡന്റ് വിളിക്കുക ആദ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ പാർട്ടി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ മുന്നണി ഭൂരിപക്ഷമുള്ള. ഇത് രണ്ടും ഇപ്പം സ്യൂട്ട് ചെയ്യുന്നത് അവർക്കാണ്, ഞങ്ങൾക്കല്ല. ഇനി അവസരങ്ങൾ ഒരുപാട് വരും. ഈ ഗവൺമെൻറ് ദീർഘകാലം ഭരിക്കാൻ പോകുന്ന ആയുസ്സുള്ള ഗവൺമെൻറ്റാണെന്ന് ആരും ധരിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടും ധരിക്കുന്നില്ല. അവസരം വരുമ്പോൾ കോൺഗ്രസ് ആക്ട് ചെയ്യും. BJPയുടെ കാര്യത്തിൽ തന്നെ അത്തരത്തിലുള്ള കോയലിഷൻ സർക്കാരുകളാണെങ്കിലും BJP ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള സർക്കാരുകളും വീണ ചരിത്രം, ഒറ്റ വോട്ടിന് വീണ ചരിത്രം പോലും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അത് മുതലാക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് അവസരം വരുന്ന മുതലാക്കുക മാത്രമല്ല, അവസരം ഉണ്ടാക്കും. ഞങ്ങൾ ഓരോ ഇഞ്ചും പോരാടിക്കൊണ്ടിരിക്കും. ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ച നിർദ്ദേശങ്ങൾ, ഞങ്ങൾ വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് എവിടെയെങ്കിലും വെള്ളം ചേർക്കാൻ സർക്കാർ ശ്രമിച്ചാൽ ഓരോ ഇഞ്ചും പോരാടും.
അങ്ങനെ ശ്രമിച്ചവർ മുന്നോട്ട് ബുൾഡോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ തിരിച്ചുവരവിൽ UP ഉത്തർപ്രദേശിലെ വിജയം, അതുപോലെ തന്നെ രാജസ്ഥാനിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ഇത്തരത്തിലുള്ള വിജയങ്ങൾ പല സംസ്ഥാനങ്ങളിലെയും വിജയം, ഹരിയാനയിലെ വിജയം ഒക്കെ ഒരു വലിയ രീതിയിൽ നിർണായകമായ പങ്ക് വച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ നിങ്ങൾ SP-യുമായിട്ടുണ്ടാക്കിയ സഖ്യം, സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായത്, ഇതെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുന്നു. പക്ഷേ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഈ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാ മടി കാണിക്കുന്നു എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനകം തീരുമാനം ഉണ്ടാവേണ്ടത്. സഭ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് 26-ാം തീയതി മാത്രമാണ്. പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനത്തോടെ തുടങ്ങുന്നത്, സ്പീക്കർ ഇലക്ഷനോട് കൂടിയാണ് തുടങ്ങുന്നത്. സംശയം വേണ്ട, അതിനു മുമ്പ് ഏറ്റവും ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും കോൺഗ്രസ് പാർട്ടിക്ക്. അപ്പോഴും കേസി പറയുന്നില്ല രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് പറയുന്നില്ല. ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കും തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം കൊടുക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയിലേക്ക് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്തും എന്നുള്ള അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അതിൽ അവരെ എങ്ങനെ നിരാശരാക്കാൻ നിങ്ങൾക്ക് പറ്റും? ഞങ്ങൾക്ക് അങ്ങനെ നിരാശരാക്കുന്ന കാര്യമില്ല. നിങ്ങൾ നിരാശരാകുന്നതെന്ന് ചിത്രീകരിക്കുകയാണ്. ഇത് ഒരു ബെസ്റ്റ് ഡിസിഷൻ LOPയുടെ കാര്യത്തിൽ യഥാസമയത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയം വേണ്ട. രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞോടുന്ന നേതാവല്ല എന്നുള്ളത് എനിക്ക് 100% അറിയാം. താങ്കൾക്കും അത് ബോധ്യപ്പെടും. അപ്പോൾ വയനാട് ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു. അപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നത് വയനാടുകാർ നിരാശരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയല്ല. അതിൽ ഒരു ചെറിയ അംശം അതിനകത്തുണ്ട് എന്നുള്ള ഒരു സംശയം ഞാനിപ്പോൾ നിഷേധിക്കുന്നില്ല താങ്കളുടെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വിശാലമായ ക്യാൻവാസ് അതിൻ്റെ പേരിലുണ്ട്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു, ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ മാറ്റം ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. അത് അന്തരീക്ഷം ഉണ്ടാക്കിയ അന്തരീക്ഷം എന്തായിരുന്നു? രാമക്ഷേത്ര നിർമ്മാണം, പൂജാരിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ. ഉത്തർപ്രദേശ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാക്കി അവർ മാറ്റി. ആ ബേസിലാണ് ഇലക്ഷൻ തുടങ്ങുന്നത്. അവിടെയാണ് ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും നടത്തി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള സാമുദായിക സമവാക്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഗ്യാരണ്ടികൾ, ഇതെല്ലാമാണ് UPയിൽ മാറ്റം ഉണ്ടാക്കിയത്. ദളിത് വോട്ടിലുണ്ടായ ഷിഫ്റ്റിംഗ്, OBC വോട്ടിലുണ്ടായ ഷിഫ്റ്റിംഗ്, മൈനോറിറ്റിയുടെ കൺസോൾട്ടേഷൻ, ഇതെല്ലാം അവിടെ ഹിന്ദു വോട്ടുകൾക്ക് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയമായിട്ട് തോന്നുന്നത് UPയുടെ മാറ്റം തന്നെയാണ്. ഇന്ത്യ ഭരിക്കണമെങ്കിൽ UP വേണം എന്നാണ് നമ്മളെല്ലാം പറയാറുള്ളത്. ഇന്ന് ആ സാഹചര്യത്തിലേക്ക് കോൺഗ്രസും മുന്നണിയും ഇന്ത്യ മുന്നണിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരണമെന്ന്, ഈ യുദ്ധം ശക്തമായി നയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ വയനാട്ടിലേക്ക് കാര്യം വന്നു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചതാണ്. അവർ മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു ആ സമയത്ത്. കാരണം അവർക്ക് ക്യാമ്പയിനിങ്ങിലായിരുന്നു ഏറ്റവും കൂടുതൽ. എല്ലായിടത്തും പോകണം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്ത് പോകണം, ഇന്ത്യയിലൊട്ടാകെ പോകണം. അപ്പോൾ പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പകരം എല്ലാവരും മത്സരിക്കാൻ ഇറങ്ങിയാൽ പ്രചരണത്തിന് ആളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മത്സരരംഗത്ത് മാറിയത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായൊരു പ്രതിപക്ഷ നിര കൂടി സജ്ജമായ ഒരവസരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ സാന്നിധ്യവും കൂടി ആ പ്രതിപക്ഷ നിരയ്ക്ക് ഏറ്റവും കരുത്തു പകരുമെന്നുള്ള ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ലെറ്റ് പ്രിയങ്ക ബി ഫ്രം വയനാട്. വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി കൊടുത്തൊരു ഉറപ്പുണ്ട്. 2 മണ്ഡലത്തെയും സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനമേ ഞാൻ എടുക്കുള്ളൂ. വ്യക്തിപരമായി രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് വലിയ താല്പര്യമുണ്ട്, ആഭിമുഖ്യമുണ്ട്. ആ ആഭിമുഖ്യം നിലനിർത്താൻ സ്വന്തം സഹോദരി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തപ്പോൾ അതിന് ഏറ്റവും ശക്തമായിട്ട് അദ്ദേഹം പിന്തുണച്ചതും അതുകൊണ്ടാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് മത്സരിക്കുക എന്നുള്ളതിന് ഉപരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിപ്രഭാവം അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളുടെ മുന്നിലുണ്ടോ? അത് 2026 ഇനി ഒരുപാട് കാലം പോകാനുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അല്ലെങ്കിലും കേരളത്തിലുണ്ടാകും, സജീവമായിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത്. പക്ഷേ വയനാട്ടിലെ ഒരു MP ആയിട്ട് അവർ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കുറച്ചുകൂടി അവരുടെ സാന്നിധ്യം ഉണ്ടാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2 വർഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് UDFന് വലിയൊരു വിജയമുണ്ടായി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാണ്, ഈ രീതിയിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നലാണോ കോൺഗ്രസ്? ഒരിക്കലും അല്ല. വിജയങ്ങളിൽ നിന്നും പാഠം പഠിക്കണം, പരാജയത്തോടൊപ്പം തന്നെ. എന്താണ് ശക്തി, എന്താണ് ശക്തിക്ഷയം, എവിടെയാണ് ശക്തിക്ഷയം, എവിടെയാണ് ശക്തി ഉണ്ടായത്, ഇതൊക്കെ മൈന്യൂട്ടായിട്ട് ഗ്രാസ് റൂട്ടായിട്ട് ലെവൽ അനാലിസിസ് ചെയ്ത് ചികിത്സ വേണ്ടെടുത്ത് ചികിത്സിക്കാൻ പാർട്ടി തയ്യാറാവും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് പഞ്ചായത്ത് ഇലക്ഷൻ. പഞ്ചായത്ത് ഇലക്ഷൻ പാവപ്പെട്ടവരുടെ ഇലക്ഷനാണ്, സാധാരണ പ്രവർത്തകൻ്റെ ഇലക്ഷനാണ്. അതിന് അവരെ എക്വിപ്പ് ചെയ്യാനാണ് ഇന്നത്തെ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയും
സംഘടനാ ദൗർബല്യവും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നേരിട്ട് കണ്ട് അതിനകത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ സംഘടനാപരമായി പാർട്ടി ശക്തമാണെന്ന് തോന്നുന്നുണ്ടോ? സംഘടനാപരമായി ശക്തിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ദൗർബല്യങ്ങളും ഉണ്ട്. ആ ദൗർബല്യങ്ങൾ ഉള്ളിടത്ത് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അനിവാര്യവുമാണ്. അടിസ്ഥാനപരമായി ബൂത്ത് ലെവൽ കമ്മിറ്റികൾ, നല്ല മണ്ഡലം കമ്മിറ്റികൾ നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടൊരു സവിശേഷത, ജീവൻ ത്യജിച്ച് പ്രവർത്തിച്ച ഒരുപാട് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. പക്ഷേ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരണം, ഈ രാജ്യത്തിന് വേണ്ടി ഇരുന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ആവേശത്തോടെയായിരുന്നു ഇറങ്ങിയിരിക്കുന്നത്. അതിപ്പോൾ എനിക്കൊരു സ്ഥാനാർത്ഥി എന്നതിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും പറയാതെ, ആരും ആഹ്വാനം കൊടുക്കാതെ അവരിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഉത്തരവാദപ്പെട്ട ചില സ്ഥലങ്ങളിലെങ്കിലും ഉത്തരവാദപ്പെട്ടവർ അവർ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ചെയ്യാത്ത ചില സ്ഥലങ്ങളും ഉണ്ട്. ഈ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ ഒരുപോലെ എല്ലാവരും പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരിക്കണം. പക്ഷേ വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ചില നേതാക്കളുടെ മാത്രം വിജയമായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നതോ പ്രചരിപ്പിക്കപ്പെടുന്നതോ അത് കേസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വിജയം എന്ന് പറയുന്നത് കൂട്ടായ വിജയമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് വേണ്ടി പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടമാണ്, ഒരു വലിയ ജനാധിപത്യ മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിൽ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് ഒരുപോലെ ചേരുമ്പോഴാണ് അതിനൊരു വിജയം ഉണ്ടാകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം അങ്ങനെയൊന്നും അല്ലാതെ നേരിട്ട് ഇത് ഒരാളുടെ വിജയമാണെന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്നവരുണ്ടെങ്കിൽ അവരോട് കേസിക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അല്ല, അത്തരം ശ്രമങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നത് അവർക്ക് പോലും ഗുണം ചെയ്യില്ല, പാർട്ടിക്കും ഗുണം ചെയ്യില്ല. അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഇപ്പം ഞാനറിയാതെ എനിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ പലർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. അവരോടും എനിക്ക് പറയാനുള്ളത്, അത് ആ നേതാവിനെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യുക, അല്ലെങ്കിൽ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്തത്, ദുർബലപ്പെടുത്തുകയുള്ളൂ. അത്തരം കാര്യങ്ങളിലാണ് നമുക്ക് കലക്റ്റീവായിട്ടുള്ള നേതൃത്വമാണ്, കൂട്ടുത്തരവാദിത്തമുള്ള നേതൃത്വമാണ്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, എല്ലാവരുടെയും സംഭാവന ഉണ്ട്. ആ സംഭാവന അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആവശ്യമുള്ളത്. അതിന് മാത്രമേ പാർട്ടി ദേശീയ തലത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് പുതിയൊരാൾ വന്നു, സംഘടനാ തലപ്പത്ത് പുതിയൊരാൾ വന്നു, കെ സുധാകരൻ വന്നു, വി ഡി സതീശൻ വന്നു. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വിജയമാണെങ്കിൽ പോലും പക്ഷേ അന്ന് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ അതേ രീതിയിൽ മുന്നോട്ട് പോകാം. സംഘടനാ തലത്തിലാണെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അന്നുണ്ടായ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അല്ല, അത് പ്രതീക്ഷയ്ക്കല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടേതായ നിലയിൽ നിന്നുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽക്കകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ നന്നായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ സംഘടനാപരമായി നടത്തുന്നുണ്ട്. പാർട്ടിയുടെ ദൗർബല്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാലത്ത് മാത്രം വന്ന ദൗർബല്യങ്ങളല്ല. ആ ദൗർബല്യങ്ങൾ പരിഹരിച്ചു പോകാനുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ ജനാധിപത്യ പാർട്ടികളാകുമ്പം എല്ലാ കാലത്തും ഒരുപോലെ എല്ലാവരും ശോഭിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും മുന്നോട്ട് പോകണമെന്നോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തു നോക്കിയാൽ ആ ഒരു ടീമിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നൊരു ടീമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അവർക്ക് എല്ലാവരും കൂടെ കുറച്ചും കൂടെ പ്രോത്സാഹനം കൊടുത്താൽ അവർക്ക് കുറേയേറെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, പാർട്ടിക്ക് ഇത് പ്രശ്നമുണ്ടാകും, പക്ഷേ വ്യക്തികൾ തമ്മിൽ തന്നെ, ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ തന്നെ ഒരു ഒത്തൊരുമയില്ല എന്നുള്ള പല രീതിയിലുള്ള മെസ്സേജസ് അവരിൽ നിന്ന് തന്നെ പബ്ലിക്കായിട്ട് പുറത്തു വന്ന സംഭവങ്ങളുണ്ടായി. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ ഞാനടക്കമുള്ള നേതാക്കന്മാർ എടുക്കേണ്ടതാണെന്നുള്ളൊരു സംശയം വേണ്ട. നേതാവ് എന്ന് പറയുന്ന നേതാവ് എന്താണ്? നമ്മൾ പലർക്കും വഴികാട്ടിലാണ്. നമ്മുടെ പ്രവർത്തകരെ നോക്കുന്നത് നമ്മുടെയാണ്, നമ്മുടെ ആക്ഷനിലൂടെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടി, നമ്മുടെ ഈ സ്ഥാനങ്ങളിൽ എത്തിച്ച പാർട്ടിയെ ഒരു പ്രയാസത്തിലെത്തിക്കുന്ന രീതിയിലുള്ള സ്വഭാവമോ പെരുമാറ്റമോ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും, പ്രവർത്തകന് വേദന ഉണ്ടാക്കും. അത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുക്കുന്നതാണ് നല്ലത്. അത് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയുടെ ലോക്സഭാംഗമായിട്ട് കെ സി തിരിച്ചു വന്നിരിക്കുകയാണ്. ആലപ്പുഴക്കാർ വീണ്ടും താങ്കളെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ അതായത് വോട്ട് കൊണ്ട് കിട്ടിയ സ്വീകരണത്തെ കെ സി എങ്ങനെയാണ് കാണുന്നത്? അതെനിക്കൊരു വൈകാരികമാണ്. അത് തീർച്ചയായും ഇപ്രാവശ്യം സത്യത്തിൽ ഞാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു മത്സരിക്കാൻ. നമ്മൾ തമ്മിൽ പറയുന്നതാണ്. ഞാനിപ്പം ഒരു മാധ്യമത്തോട് തുറന്നു പറഞ്ഞ ആദ്യമായിട്ടാണിത്. കാരണം എനിക്ക് അത്രയേറെ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര, ഇതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ വേളകൾ. അതിനുശേഷം എല്ലാ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ, മാനിഫെസ്റ്റോ രൂപീകരണത്തിൻ്റെ ചുമതലകൾ, അതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തുമുള്ള കോർഡിനേഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാത്തിലും ഒരു പ്രധാന നിർണായക റോളിൽ നിൽക്കുന്ന ഒരു ഭാരവാഹി എന്നത് എൻ്റെ സാന്നിധ്യവും ഉണ്ടാകേണ്ടതായിരുന്നു. സത്യത്തിൽ എൻ്റെ ലീഡർഷിപ്പ് ഞാൻ മത്സരിക്കുന്നതിന് അനുകൂലമായിരുന്നേ ഇല്ല. കാരണം ഈ ഒരു ഉത്തരവാദിത്തങ്ങളിലുണ്ട്.
സാധാരണഗതിയിൽ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുമ്പേ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, പ്രിപ്പറേഷൻസ് ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മത്സരിക്കാനില്ലാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആലപ്പുഴ വിട്ടിട്ടില്ല. ഞാൻ MP അല്ലാതിരുന്നപ്പോഴും ഞാൻ ആലപ്പുഴ പോകുമായിരുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു, അവരോടൊപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ ഒരു ജനപ്രതിനിധി പോകുന്ന രീതിയിലില്ല പോക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗ്യാപ്പുണ്ടായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, ഗ്യാപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു വെല്ലുവിളിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 15-20 ദിവസത്തേക്കായിട്ട് ഒരു തിരഞ്ഞെടുപ്പിന് പോവുക, ജയിച്ചു വരിക. കേരളം പോലുള്ള സ്റ്റേറ്റിലതൊന്നും, അതും ആലപ്പുഴ സീറ്റിൻ്റെ സ്വഭാവം താങ്കൾക്കറിയാം. 2019 ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു സീറ്റാണത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ, വല്ലതും സംഭവിച്ചാൽ എന്തായിരിക്കും, ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ അത് പരാജയപ്പെടുന്നൊരവസ്ഥ വരുന്നൊരു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാവരും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചിലർ എന്നോട് പറഞ്ഞു, ഞാൻ ഒളിച്ചോടി പോയതാണ്, പേടിച്ചിട്ട് പോയതാണ്, ജയിക്കില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ട് പരാജയം മണത്തിട്ട് പോയതാണ്. സത്യത്തിൽ അന്നും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട്, ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടും ചാർജ് എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് പാർലമെൻറ്റ് ഇലക്ഷൻ. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും അവിടെ വിട്ട് വരാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കല്ലെറിഞ്ഞവർക്കുള്ള മറുപടിയാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സജീവമായി നിന്നപ്പോഴാണ് ഇലക്ഷൻ. ഇപ്രാവശ്യം ഞാൻ സജീവമായിട്ട് അവിടെ ഇല്ലാതിരുന്നിട്ടും അവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ മാത്രം ഉണ്ടായിരുന്നിട്ടും ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എനിക്ക് ആലപ്പുഴയിലുള്ള കോൺഫിഡൻസാണ്, ആലപ്പുഴക്കാർ എനിക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു വിശ്വാസമാണ്. അത് സത്യത്തിൽ എനിക്ക് ഞാൻ ഒരു വൈകാരികമായ തരത്തിലാണ് കാണുന്നത്. എനിക്ക് അങ്ങനെയൊരു സ്നേഹം സത്യത്തിൽ കടപ്പാടുകളും എങ്ങനെ തീർക്കുന്നു പറയാൻ പറ്റാത്ത സ്നേഹമാണ്. ആലപ്പുഴയിലെ ലോക്സഭാംഗമായിട്ട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ KC വേണുഗോപാൽ സമീപ ഭാവിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ മുൻകൂട്ടി കേരള രാഷ്ട്രീയത്തിലപ്പോൾ ഇപ്പോഴില്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. അത് KCക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത്. അതിനും എനിക്കും അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരാൾക്കും ഓരോ ചിന്താഗതികളാണ്, ഓരോ രീതികളാണ്. എൻ്റെ രീതി വളരെ വ്യക്തമാണ്. ഏതെങ്കിലും ഒരു പദവി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഈ പൊളിറ്റിക്കൽ എക്സസൈസിനെ ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തെ ഞാനങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ഇന്ന ആളാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ വരുന്നാൻ ശ്രമിക്കുന്നതോളല്ല. അത്തരത്തിലുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ ഇപ്പോഴില്ല. പക്ഷേ ഞാൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ UDF വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻനിരയിലുണ്ടാവും. അതിൻ്റെ A to Z പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായിട്ടുണ്ടാവും. എന്നെക്കൊണ്ടാകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും സഹായവുമായിട്ട് ഞാനുണ്ടാവും എന്ന് വെച്ച് എനിക്കൊരു പ്രത്യേക അജണ്ടയും ആ തിരഞ്ഞെടുപ്പിലില്ല എന്ന് താങ്കളോട് ആധികാരികമായിട്ട് ഞാൻ പറയാം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്ന് വന്നു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇല്ല എന്നുള്ളതായിരിക്കും KCയുടെ നിലപാട്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും ഇപ്പോൾ പ്രസക്തി ഇല്ലല്ലോ. ഞാനെന്തിനാ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ട കാര്യം? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലല്ലോ. ഇത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പലരോട്, ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. ആർക്കും എനിക്കങ്ങനെ ഇക്കിളിയിൽ വീഴുന്ന ആളല്ല ഞാൻ. എനിക്ക് എൻ്റെ പാർട്ടി ജയിക്കണം, എൻ്റെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം, UDFൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. KC പഴയ ഒരു വോളിബോൾ പ്ലെയറാണ്. യെസ്, ടീം ജയിക്കണമെന്നുള്ളതായിരിക്കും KCയുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കളിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തില്ല. അല്ല, അത് നല്ല ടീം ജയിക്കുള്ളൂ. ഒരു ടീം ജയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ചാൽ ജയിക്കില്ല. നല്ല ലിഫ്റ്റിംഗ് ഉണ്ടാവണം, നന്നായിട്ട് സ്മാഷ് ചെയ്യുന്നുണ്ടാവണം, എതിരാളിയുടെ സ്മാഷ് ബ്ലോക്ക് ചെയ്യുന്ന ബ്ലോക്കർ ഉണ്ടാകണം, നല്ല സർവീസിങ് ഉണ്ടാവണം. ഇതെല്ലാം കൂടി ആയാലേ ഒരു ടീം ജയിക്കുള്ളൂ. അതിലൊരു പങ്ക് ഞാൻ വഹിക്കുന്നുണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞു. മുമ്പിൽ നിന്ന് വഹിക്കുമല്ലോ. അല്ല, അന്ന് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നല്ല അവസരം കിട്ടുമ്പോഴത്തേക്ക് അന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് ആവണമെന്ന് KCക്ക് തോന്നില്ലേ? അല്ല, അത് പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്നത് ആ ഒരു മാനസികാവസ്ഥയല്ല ഇതിനകത്ത് കാണുന്നത്. അത് നമ്മളെ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലെയർ ഓഫ് ദ മാച്ച് ആവണം. കപ്പാര് വാങ്ങുന്നുള്ളത് അപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് ആരാണോ ക്യാപ്റ്റൻ അവർ കപ്പ് വാങ്ങട്ടെ. പക്ഷേ ആ ഓരോ ടീമിലെ ഓരോ അംഗത്തിനും ഇൻവോൾവ് ചെയ്യുന്ന ഓരോ അംഗത്തിനും എൻ്റെ ടീം ജയിച്ചു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. എനിക്ക് ആ അംഗത്തിൻ്റെ ആത്മവിശ്വാസം ആകാനാണ് താല്പര്യം. എൻ്റെ ടീം ജയിച്ചു, അത് ഒന്നിച്ച് ടീം ജയിച്ച് വാങ്ങുക. ആര് കപ്പ് വാങ്ങുന്നു, പേഴ്സണലായിട്ട് ആര് ഏറ്റെടുക്കുന്നു എന്നുള്ളത് അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് നിയോഗിച്ചാലും ഹൈക്കമാൻഡ് പറയാണ് നിങ്ങൾ കേരളത്തിലേക്ക് പോകണം. എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ ഡൽഹിയിൽ, നല്ല ഉത്തരവാദിത്തങ്ങളല്ലേ. ഞാനെന്താ ചെറിയ സ്ഥാനത്താണോ എന്നെ പാർട്ടി ഇരുത്തിയിരിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം സംഘടനാ വർക്ക് നടത്തലാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കമാൻഡ് അങ്ങനെ നിയോഗിക്കുമെന്ന് ഇപ്പം കരുതേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഒരു ചോദ്യം കൂടെ. ഇതിലേക്ക് തന്നെയാണ് ചോദ്യം. അതെ, ഇത് തന്നെയാണ് ചോദ്യം. ഇപ്പോൾ ഒരു സംഘടനാ ചുമതലയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നൽകിയിരിക്കുന്നു. ഇതിനേക്കാൾ ചെറിയൊരു സ്ഥാനത്തേക്ക് നിയോഗിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് KC പറഞ്ഞത്. അപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയേക്കാൾ ചെറിയൊരു സ്ഥാനമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ചെറിയ വലുതേ സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല.
എൻ്റെ പാഷൻ ഓർഗനൈസേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിനാണ് അവരെത്തിയിരിക്കുന്നത്. എൻ്റെ പാർട്ടി എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് വലിച്ചിഴച്ച് ആളുകളിടയിൽ ഒരു 2-3 തിരി തരംതിരിക്കുണ്ടാക്കുന്നതിന് പോകാൻ മറ്റാര് പോയാലും ഞാനില്ല. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും തീരുമാനമെടുക്കേണ്ട ഒരു ബോഡിയുണ്ട്. ആ ബോഡിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുക. അതൊക്കെ തീരുമാനമെടുക്കുന്ന ബോഡിക്ക് വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. ഏറ്റവും അവസാനം കൃത്യസമയത്ത് വിന്നിംഗ് ഷോട്ട് അല്ലെങ്കിൽ സ്മാഷ് വേണ്ട സ്ഥലത്തുനിന്ന് വരും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. വിന്നിംഗ് ഷോട്ട് വരുന്നത് കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും, കേരളത്തിലെ ജനങ്ങളിൽ നിന്നായിരിക്കും. അത് UDF ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷോട്ട് അവർ തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഒരു ടീം സ്പിരിറ്റിൻ്റെ വിജയമായിരിക്കും. അത് ഞങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഷെയർ ചെയ്യും. ഇപ്പോൾ ഈ കോൺഗ്രസ്സിലാണെങ്കിലും കേരളത്തിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിലും KC വേണുഗോപാൽ അവിടെ പോയി, ഡൽഹിയിൽ പോയി, ഗാന്ധി കുടുംബവുമായിട്ട് ഇങ്ങനൊരു ബന്ധം ഉണ്ടായി. അതിനുശേഷം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയി. ഗാന്ധി കുടുംബവുമായിട്ടുള്ള ഈ കെമിസ്ട്രി എങ്ങനെ നിലനിർത്തുന്നു എന്ന് അത്ഭുതപ്പെടുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ രഹസ്യം? അതിപ്പോൾ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക? അത് അവരെന്നെ എന്തുകൊണ്ട് അത് ഗാന്ധി കുടുംബവും കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ തന്നെ ഈ ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്, അത് എൻ്റെ ഒരു സത്യത്തിൽ വിനീതമായിട്ടുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കിലെടുക്കുകയാണ്. കാരണം കേരളത്തിലെ പോലെ ഞാൻ ജനിച്ചത് കുഗ്രാമത്തിലാണ് ജനിച്ചത്. അങ്ങനെ വലിയ പശ്ചാത്തലമൊന്നുമില്ലാത്ത രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ലാത്ത വലിയ സമ്പന്ന കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. ഒരു സാധാരണക്കാരനായിട്ടാണ് ജനിച്ചത്, ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന എനിക്ക് ഇന്ന് ഇത്തിരി അവസരത്തിലൊക്കെ നിൽക്കാൻ അവസരം കിട്ടി, ഒരു മലയാളി എന്ന നിലയിൽ കിട്ടിയെന്ന് പറയുന്നത്, അവിടെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലൂടെയാണ് ഞാൻ നിലനിന്നത്. അപ്പോൾ അതിന് ലീഡർഷിപ്പ് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എനിക്ക് താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കല്ലേറുകൾ വരുമ്പോഴും ഞാൻ ഇതിനൊന്നും വിഷമിക്കാതിരിക്കാറുള്ളത്. എൻ്റെ പ്രവർത്തനം ഞാൻ സിൻസിയറായിട്ട് ചെയ്യാൻ പരിശ്രമിക്കാറുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പിച്ച് വിശ്വസിക്കാം, ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും ജോലി ചെയ്യുമ്പോഴും ഈ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഒരിടത്തും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനോ പാർട്ടിയെ വിൽപ്പന ചരക്കാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ നെഞ്ചത്തെ വെച്ച് പറയാൻ കഴിയാവുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മാതൃഭൂമിയിലെ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ ആശംസ. താങ്ക് യു.